അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ മോഡേൺ റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ രുചിലോകം കീഴടക്കുന്നതിനിടയിൽ പഴമയുടെ ഭംഗിയും പേറി നിൽക്കുന്ന ഇതുപോലെയുള്ള രുചിയിടങ്ങൾ ഇന്നും നമുക്കിടയിലുണ്ട്. പങ്കജകുമാരി അമ്മയും സുരേന്ദ്രൻ അച്ഛനും കൂടി ചേർന്ന് 25 വർഷമായിട്ട് ഇവിടെ രുചി വിളമ്പുകയാണ്. വേറെ ജോലിക്കാരൊന്നുമില്ല കേട്ടോ. സഹായത്തിന് സഹോദരൻ നാണക്കുട്ടൻ ചേട്ടനുമുണ്ട് ഇവിടെ. ഇതുപോലെ ഇവിടെ വരുന്നവർക്ക് തനിയെ എടുത്ത് കഴിക്കാം. നല്ല ദോശയും ചമ്മന്തിയും സാമ്പാറും രസവടയും പരിപ്പുവടയും ഉഴുന്നുവടയും മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും കൂടി നല്ല ചൂട് പരിപ്പുവട ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ദോശ, പിന്നെ ഈ ചമ്മന്തിയും സാമ്പാറും രസവടയും ഒക്കെ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയായിരുന്നു. സിമ്പിൾ ഭക്ഷണമാണെങ്കിൽ പോലും നമ്മൾ വൃത്തിയായിട്ട് രുചിയോടെ കഴിക്കുന്നതിലാണ് കാര്യം അല്ലേ. പിന്നെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും അതിലൂടെ വന്നപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. എല്ലാവരോടും നമ്മളൊരു വീട് പോലെയാണ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. നമുക്ക് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കാം. എന്നും തന്നെ എല്ലായിടത്തും രുചി വ്യത്യസ്തമാണല്ലോ അല്ലേ. ഇവിടുത്തെ രുചി വളരെ വ്യത്യസ്തമാണ്. നല്ല രുചിയുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ കഴിക്കുന്നത് അതേ ഒരു ഫീലാണ് കിട്ടുന്നത്. ഒരുപാട് സ്ഥലത്തു നിന്നും കഴിക്കാറുള്ളതാണെങ്കിലും ഇവിടുത്തെ ദോശയ്ക്കും ചട്നിക്കും സാമ്പാറിനുമൊക്കെ ഒരു പ്രത്യേക സ്വാദ് തന്നെയായിരുന്നു. ഈ ഉഴുന്നുവടയും പരിപ്പുവടയും ഒക്കെ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് സ്വാദായിരുന്നു. ഇവിടെ വിളമ്പുന്നത് ദോശയും ചമ്മന്തിയും രസവടയും ഒക്കെ ആണെങ്കിലും അതിൽ രുചിയുടെ എന്തോ ഒരു മാന്ത്രിക സ്പർശമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 25 വർഷമായിട്ടും ഈ കട നാട്ടുകാരുടെ പ്രിയപ്പെട്ട രുചിയിടമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരു തവണ ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുള്ളവർ വീണ്ടും ഇവിടെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. തിരുവനന്തപുരം കല്ലിയൂർ ജംഗ്ഷനിൽ പുന്നമൂട് ഗവൺമെൻറ് സ്കൂളിന് നേരെ എതിർവശത്താണ് ഈ കടയുള്ളത്. ഇവിടുത്തെ അധ്യാപകരൊക്കെ വർഷങ്ങളായി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. സ്ഥിരം കഴിക്കുന്നതാണോ? ഞാനിവിടെ 2002 മുതൽ കഴിക്കുന്ന വ്യക്തിയാണ്. പുന്നമൂട് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. വീട് കാക്കാമൂല. അപ്പം ഉള്ള ഭക്ഷണം ഏറ്റവും മനോഹരമായിട്ട് കഴിക്കുന്ന ഒരു കൊച്ചിടമാണ്. പിന്നെ അടുക്കും ചിട്ടയും അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ല. പിന്നെ വൃത്തി എല്ലാവരും പറഞ്ഞൊരു കാര്യം വൃത്തിയാണ്. പിന്നെ വേറെ കെമിക്കൽസ് ആഡ് ചെയ്യുന്നില്ല. പണ്ടത്തെ ചായക്കടകളിലെ പോലെ നാട്ടുകാരൊക്കെ കൂടിയിരുന്നുള്ള ചർച്ചകളും സംസാരവും ഒക്കെ ഇവിടെ വന്നപ്പോഴും കാണാൻ കഴിഞ്ഞു കേട്ടോ. സതീഷ് ചേട്ടന് സംസാരിക്കാനും കേൾക്കാനും കഴിയില്ലെങ്കിലും ഞാൻ പറയുന്നത് ചേട്ടനും ചേട്ടൻ പറയുന്നത് എനിക്കും നന്നേ മനസ്സിലായി.